അസ്സലാമു അലൈക്കും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഓണപരീക്ഷ, നമ്മുടെ പാദവാർഷിക പരീക്ഷകൾ സ്കൂളിൽ ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അറബിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ? ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അറബി നമുക്കറിയാം വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറബിയിൽ ചോദിക്കാനുള്ളൂ. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ അറബിയിൽ എല്ലാ മക്കൾക്കും ഫുൾ മാർക്കും നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അതോടുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മഴയൊക്കെ മാറി കുഞ്ഞൻ മുയൽ നാട് കാണാൻ ഇറങ്ങി. ഹായ്, എന്ത് ഭംഗി! വിടർന്നു നിൽക്കുന്ന റോസാപ്പൂ കണ്ട് മുയൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നെർസുമു വനുലവിനു. നമ്മൾ എന്ത് ചെയ്യണം? ഈ റോസാപ്പൂവ് ഡോട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കറക്റ്റ് വരച്ച് ചേർത്തിട്ട് വനുലവിനു കളർ കൊടുക്കണം. ഓക്കെ ആണല്ലോ? എല്ലാ മക്കളും എക്സാമിന് പോകുമ്പോൾ 2 പെൻസിലും ഒരു ക്രയോണിൻ്റെ ബോക്സൊക്കെ എടുക്കണം. ഓക്കെ, പെൻസിൽ കളർ കൊടുക്കൽ ഒക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ എന്തായാലും കരുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് വരച്ച് യോജിപ്പിച്ചിട്ട് നല്ല ഭംഗിയിൽ കളർ കൊടുക്കണം. ഓക്കെ ആണോ? ഇനി അതിന് താഴെ നമുക്ക് ചെറിയതായിട്ടൊരു വർക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, വർദുൻ ഡാഷ്, വർദുൻ ഡാഷ്. വർദിൻ്റെ കളർ എന്താണ്? അഹ്മറാണ്, റെഡാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വർദുൻ അഹ്മർ എന്ന് എഴുതാം. വർദുൻ അഹ്മർ, റെഡ് പൂവ്, റെഡ് റോസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2. കുഞ്ഞൻ മുയൽ നടന്ന് നടന്ന് അമ്മച്ചിപ്ലാവിൻ്റെ അടുത്തെത്തി. അവിടെ ഇല തിന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ടു. സിഞ്ചു അണ്ണാനാണ് ഇലകൾ പറിച്ചു കൊടുക്കുന്നത്. അവർ പരസ്പരം സംസാരിച്ചു. ഓക്കെ, അപ്പോൾ അവർ പരസ്പരം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കാം. 2. നുക്കുമിലുൽ ഹിവാർ. ഹിവാർ നമ്മൾ എന്ത് ചെയ്യണം? നുക്കുമിലു പൂർത്തിയാക്കണം. ഇവിടെ നമുക്കൊരു ഹിവാർ തന്നിട്ടുണ്ട്. ഹിവാറിലുള്ള എല്ലാ ഉത്തരങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഈ ബോക്സിലെ എല്ലാ ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഹിവാർ ഇവിടെ നോക്കി ഫില്ല് ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ്, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സിഞ്ചു അണ്ണാൻ എന്തോ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാട് എന്താ പറയുന്നത്? വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും പറയുക? നമ്മൾ എന്ത് പറയുമ്പോഴാണ് വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറയാറുള്ളത്? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒന്നാമത് ചേർക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറയൽ. അടുത്തത് ഇനി മുയൽ ചോദിക്കണം. അർണബ് ചോദിക്കുന്നത് എന്താണ്? മൻഹാദ, മൻഹാദ, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാട് എന്താ മറുപടി പറയുക? ഇതാരാണെന്ന് പറയും? ഹുവ സ്വദീഖി, അതെൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹുവ സ്വദീഖി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. നമ്മുടെ സിഞ്ചാബ് എന്താ പറയുന്നത്? അന സിഞ്ചാബ്. മൻ അൻത, ഞാൻ സിഞ്ചാബാണ്. മൻ അൻത, നീ ആരാണ്? അപ്പോൾ അർണബ് എന്താ മറുപടി പറയാം? മുയൽ എന്ത് പറയും? അന അർണബ്. കണ്ടോ? അന അർണബ്, ഞാൻ അർണബാണ്. ഓക്കെ, അന അർണബ്, ഞാൻ അർണബാണ്. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ സിഞ്ചാബ് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ അർണബ് അഫ്വൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും സിഞ്ചാബ് പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് പറയുമ്പോഴാണ് നമ്മൾ അഫ്വൻ എന്ന് പറയുന്നത്? ശുക്രൻ അല്ലേ? ശുക്രൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഫ്വൻ എന്ന് മറുപടി കൊടുക്കാറുള്ളത്. ക്ലിയർ ആയോ? ഇത് വളരെ സിമ്പിളല്ലേ? സിമ്പിളാണ്. അപ്പോൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. മുകളിലൂടെ പറന്നു പോവുകയായിരുന്ന കൊക്ക് സിഞ്ചു അണ്ണാൻ്റെയും കുഞ്ഞാടിൻ്റെയും സംസാരം കേട്ട് അമ്മച്ചിപ്ലാവിൽ പറന്നിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നുക്മിലു പൂർത്തിയാക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളത് സെൻറ്റൻസ് പൂർത്തിയാക്കണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ അല, തഹ്ത, ഫൗക, ഫി 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ ചോദ്യങ്ങൾക്ക് കറക്റ്റ് മാച്ചായ ഉത്തരങ്ങൾ അവിടെ എഴുതി ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഈ ചിത്രത്തിൽ നോക്കൂ. ഇവിടെ ഈ കൊക്ക്
മരത്തിന് മുകളിലൂടെ പറന്നു പോകുന്നുണ്ട് അല്ലേ, മരത്തിനേക്കാളും ഹൈറ്റിലൂടെ പറന്നു പോകുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലോ ഈ അണ്ണാൻ എന്താ ചെയ്യുന്നത്, മരത്തിന്മേലിരുന്ന്, ഇത് മരത്തിൻ്റെ ഒരു കൊമ്പാണ് അല്ലേ, അപ്പം മരത്തിന്മേലിരുന്ന് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ ആട് മരത്തിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് അല്ലേ. അടുത്തതോ ഈ മുയൽ അർണബ് മാളത്തിനുള്ളിലാണ്. സഖബ് എന്ന് പറയുന്നത് മാളമാണ്, മാളത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ, നമുക്ക് അല എന്ന് നമ്മൾ എപ്പോഴാണ് പ്രയോഗിക്കൽ? അല എന്ന് നമ്മൾ ഉപയോഗിക്കൽ ഒരു സാധനത്തിന്മേൽ ഇരിക്കുമ്പോൾ, ഒരു വസ്തുവിന്മേൽ ഒരു സാധനം ഉണ്ടാകുമ്പോൾ. മേശന്മേൽ പുസ്തകമുണ്ട്, അല്ലെങ്കിൽ ചുമരിന്മേൽ ക്ലോക്കുണ്ട്, അങ്ങനെ മേൽ എന്ന് പ്രയോഗിക്കേണ്ട സമയത്താണ് അല നമ്മൾ ഉപയോഗിക്കുന്നത്. തഹ്ത എന്ന് പറഞ്ഞാലോ, തഹ്ത താഴെ. ഓക്കെ. ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, ഒരു വസ്തുവിനേക്കാളും മുകളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഫൗക്ക എന്ന് പറയുന്നത്. അടുത്തതോ ഫി. ഫി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൽ എന്ന് പ്രയോഗിക്കാനാണ് നമ്മൾ ഫി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അല്ലഖ്ലഖു ഡാഷ് അല ഷജറത്തി. അല്ലഖ്ലഖു, ഇവിടെ ലക്ക് ഡാഷ് അഷജറത്തി. ഈ ഷജറത്തിൻ്റെ എവിടെയാണ്? ഷജറത്തിനേക്കാളും മുകളിലൂടെയാണ് പറന്നു പോകുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഫൗക്ക എന്ന് ഉപയോഗിക്കണം. ഓക്കെ. അല്ലഖ്ലഖു ഫൗക്ക ഷജറത്തി. ഫൗക്ക. ക്ലിയർ ആയോ? ഫൗക്ക. ഇനി അടുത്തത് എന്താണ്? സിഞ്ചാബ്. അർണബ് എവിടെയാണ്? സിഞ്ചാബു ഡാഷ് അഷജറത്തി. സിഞ്ചാബ് മരത്തിന്മേലാണ്, മരത്തിൻ്റെ കൊമ്പിന്മേലാണ് ഇരിക്കുന്നത്. അപ്പം മേലെന്ന് പ്രയോഗിക്കാൻ നമുക്കറിയാം അല എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല. ഓക്കെ. സിഞ്ചാബു അല ഷജറത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കബിഷ്. ഈ ആട് എവിടെ നിൽക്കുന്നത്? മരത്തിന് താഴെ അല്ലേ. താഴെ എന്ന് ഉപയോഗിക്കാൻ നമുക്കറിയാം തഹ്ത എന്നാണ്, തഹ്ത. അപ്പോൾ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? അൽ കബിഷു തഹ്ത ഷജറത്തി. കബിഷ് തഹ്ത ഷജറത്തി, മരത്തിന് താഴെയാണ്. കണ്ടോ? നെക്സ്റ്റ് നോക്കൂ. മുയൽ എവിടെയാണ് ഇരിക്കുന്നത്? മാളത്തിൽ ഇരിക്കുന്നു. അപ്പോൾ മാളത്തിൽ ഇൽ എന്ന് പറയാൻ നമ്മൾ ഫീ ആണ് ഉപയോഗിക്കൽ. അപ്പോൾ നമുക്കൊന്ന് പൂരിപ്പിക്കാം. അൽ അർണബു ഫിസ് സഖബി. ഫിസ് സഖബി. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൊക്ക് അവരുടെ കൂടെ ചേർന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പാട്ടുപാടി. ഹയ്യാനുക്കുമ്മിൽ വനൻഷിതു. നമുക്കിതെന്ത് ചെയ്യണം? പൂർത്തിയാക്കി പാട്ടുപാടണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പാട്ടിൽ തന്നിട്ടുള്ള വരികളെന്ന് നോക്കാം. യാ അർണബു യാ അർണബു അൻത സ്വദീഖി യാ അർണബു തഅകുലു ജസറൻ യാ അർണബു തൽഅബു മഅന യാ അർണബു. ഓക്കെ. ഇനി അടുത്തത് എന്ത് ചെയ്യണം? സിഞ്ചാബിനെ വെച്ചിട്ട് നമ്മൾ പൂരിപ്പിക്കണം. യാ സിഞ്ചാബു ഡാഷ്. അവിടെ എന്ത് ചേർക്കണം? യാ സിഞ്ചാബു എന്ന് തന്നെ ചേർക്കണം. യാ സിഞ്ചാബു യാ സിഞ്ചാബു അൻത ഡാഷ് യാ സിഞ്ചാബു. അപ്പോൾ അവിടെ എന്താണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്? സ്വദീഖി എന്നാണ്. ആ സ്വദീഖി എന്ന് തന്നെ നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ പറയാം? അൻത സ്വദീഖി യാ സിഞ്ചാബു. ഓക്കെ. ഡാഷ് മൗസൻ യാ സിഞ്ചാബു തൽഅബു മഅന യാ സിഞ്ചാബു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ തഅകുലു ജസറൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ തഅകുലു മൗസൻ എന്നാണ്. നമ്മളിവിടെ തഅകുലു എന്നാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. തഅകുലു മൗസൻ യാ സിഞ്ചാബു തൽഅബു മഅന യാ സിഞ്ചാബി. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. യാ ലഖ്ലക്ക്. യാ ലഖ്ലക്ക് യാ ലഖ്ലക്ക് അൻത ഹബീബി യാ ലഖ്ലക്ക് തഅകുലു സമക്കൻ യാ ലഖ്ലക്ക് തഫ്രഹു ദൗമൻ യാ ലഖ്ലക്ക്. അടുത്തത് നമ്മളിത് കബിഷ് വെച്ചിട്ട് ലഖ്ലക്കിനെ പോലെ പൂരിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? യാ കബിഷു അൻത ഡാഷ് യാ കബിഷു. അപ്പോൾ മുകളിൽ എന്ത് തന്നിട്ടുള്ളത്? അൻത ഹബീബി യാ ലഖ്ലക്ക് എന്നല്ല തന്നിട്ടുള്ളത്. നമ്മൾ കബിഷും അതുപോലെ പൂരിപ്പിക്കണം. അൻത ഹബീബി യാ കബിഷു. ഇവിടെ എന്താ ചേർക്കേണ്ടത്? അൻത ഹബീബി യാ കബിഷു. തഅകുലു വറക്കൻ യാ കബിഷു
ഡാഷ് ദൗമൻ യാക്കബിഷു. അപ്പം എന്താണ് ഇവിടെ തഫ്രഹ് ദൗമൻ യാലക്കിലക്ക് എന്നല്ല കൊടുത്തിട്ടുള്ളത്. അതേ തഫ്രഹ് നമ്മൾ ഇവിടെയും പൂരിപ്പിക്കണം. അപ്പോൾ തഅക്കുലു വറഖൻ യാക്കബിഷു തഫ്രഹു ദൗമൻ യാക്കബിഷു. മനസ്സിലായോ എങ്ങനെ പൂരിപ്പിക്കണം എന്നിട്ടുള്ളത്? നമുക്ക് മുന്നിലെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും. ആ എക്സാമ്പിൾ നോക്കിയിട്ട് വേണം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് പൂരിപ്പിക്കാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. പാട്ടും കളിയുമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ കുഞ്ഞൻ മുയൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തു. നമ്മൾ എന്ത് ചെയ്യണം? ഹയ്യാൻ ഉറത്തിബു, നമ്മളത് തർത്തീബാക്കണം, ഓർഡർ ആക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദഹബത്തു ഇലൽ മൽഅബി സുബാഹൻ, രാവിലെ തന്നെ കളിക്കാൻ വേണ്ടി പോയി. പിന്നെ ദാ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അടുത്തൊരു പിക്ചറും തന്നിട്ടുണ്ട്, വേറൊന്നും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് പദങ്ങൾ, വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ പൂരിപ്പിച്ച് ചേർക്കാനുള്ള സെൻറ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ ബോക്സിൽ. അത് നോക്കി നമ്മൾ മാച്ചാക്കി കൊടുക്കണം. അപ്പോൾ ഈ ചിത്രത്തിലൊന്ന് നോക്കിയ മക്കളെ, ഫസ്റ്റ് ഈ പിക്ചറിൽ തന്നിട്ടുള്ളത് മുയൽ മാളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചിത്രത്തിലോ ഈ മുയൽ എന്ത് ചെയ്തു? നല്ല മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു. പിന്നെ ഈ പൂന്തോട്ടത്തിൽ എന്തുണ്ട്? നിറയെ പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളെല്ലാം ഉണ്ട്. അടുത്തതോ ആ പൂന്തോട്ടത്തിൽ പൂക്കളുടെ മേലെന്ത് ചെയ്യുന്നു? ഒരു പൂമ്പാറ്റ പാറി പറന്ന് നടക്കുന്നു. പിന്നെ അടുത്ത പിക്ചറിൽ എന്താ തന്നിട്ടുള്ളത്? മുയലിൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടു. അണ്ണാനുണ്ട്, കൊക്കുണ്ട്, ആടുണ്ട്, അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെയും കണ്ടു. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള സെൻറ്റൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് തന്നിട്ടുള്ളത് എന്താണ്? ഫിത്വരീഖി റഅയ്തു ഹദീഖത്തൻ വാസിഅത്തൻ. ഫിത്വരീഖി, ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴിയാണ്. വഴിയിൽ വെച്ച് മുയൽ എന്ത് കണ്ടു? റഅയ്തു ഹദീഖത്തൻ വാസിഅത്തൻ, നല്ല മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു. രണ്ടാമത്തത് എന്താണ്? റഅയ്തു അസ്തിഖാഇ ഫിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിൽ വെച്ചിട്ട് കൂട്ടുകാരെ കണ്ടു. അടുത്തത് ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ ജമീലത്തുൻ, പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. തത്തീറുൽ ഫറാഷത്തു ഫൗഖൽ അസ്ഹാരി, തത്തീറു എന്ന് പറഞ്ഞാൽ പാറി നടക്കുന്നു, പറക്കുന്നു. അൽ ഫറാഷത്തു പൂമ്പാറ്റ, ഫൗഖൽ അസ്ഹാരി പൂക്കളുടെ മുകളിലൂടെ പാറി നടക്കുന്നു. കണ്ടോ? അപ്പം നമ്മൾ ഓരോ ചിത്രത്തിന് നേരെയും മാച്ചായ സെൻറ്റൻസ് എഴുതി ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്കറിയാലോ, ഓരോന്നും മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഇതാ, നമ്മുടെ മുയൽ മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു. അപ്പം അതെന്തായിരിക്കും വരുന്നത്? ഫിത്വരീഖി റഅയ്തു ഹദീഖത്തുൻ വാസിഅത്തുൻ, മനോഹരമായൊരു പൂന്തോട്ടം കണ്ടു. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ ചിത്രത്തിന് താഴെ എഴുതി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണുള്ളത്? ഈ ചിത്രത്തിൽ നിറയെ പൂക്കളുണ്ട്, മനോഹരമായ പൂക്കളുണ്ട്. അപ്പം എന്താണ്? കണ്ടോ? ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ ജമീലത്തുൻ, പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കളുണ്ട്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണ്? ചിത്രത്തിലെ പൂക്കളുടെ മുകളിലൂടെ പൂമ്പാറ്റ ഇങ്ങനെ പാറി നടക്കുന്നു. എന്താണത്? തത്തീറുൽ ഫറാഷത്തു ഫൗഖൽ അസ്ഹാരി. കണ്ടല്ലോ? ഇനി നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് മുയലിൻ്റെ കൂട്ടുകാരെയെല്ലാം കാണുന്നു. റഅയ്തു അസ്തിഖാഇ ഫിൽ ഹദീഖത്തി. കണ്ടോ? റഅയ്തു അസ്തിഖാഇ ഫിൽ ഹദീഖത്തി. സിമ്പിളല്ലേ മക്കളെ എക്സാം? നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പുറകോട്ട് നോക്കിയേ, എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഈ ചോദ്യത്തിന് ഇതിൻ്റെ ഉത്തരമെല്ലാം അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആ ഉത്തരങ്ങൾ ശരിയായ സ്ഥാനത്ത് എഴുതി കൊടുത്താൽ മാത്രം മതി, നമുക്ക് ഫുൾ മാർക്കും ലഭിക്കും. നിങ്ങളെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല മാർക്കോടുകൂടി വിജയിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.